സ്കിന്നിന്റെ ഇഷ്യൂസിനനുസരിച്ചിട്ട് ഏത് സെറമാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടോ? ഏതാണ് ബെസ്റ്റ് സെറം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സെറംസിനെ പറ്റി സംസാരിക്കാം. ഞാൻ ഈ വീഡിയോ പാർട്ട് ബൈ പാർട്ടായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓരോ വീഡിയോയിലും നമുക്ക് ഓരോ സെറംസ് പറ്റിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇന്ന് പാർട്ട് 1. ഇത് നമ്മൾ നോക്കുന്നത് ആൽഫ ആർബ്യൂട്ടി. ആൽഫ ആർബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റമിൻ സി ഒക്കെ പോലെ തന്നെ ഒരു ബ്രൈറ്റനിങ് സെറമാണ്. നമ്മുടെ മെലാനിൻ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് ഇംപ്രൂവ് ചെയ്യാനായിട്ടാണ് ഈ സെറം യൂസ് ചെയ്യുന്നത്. ഇനി ആർക്കൊക്കെ യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അൺഇവൻ സ്കിൻ ടോൺ, ഹൈപ്പർ പിഗ്മെന്റേഷൻ, ഡാർക്ക് സ്പോട്ട് അല്ലെങ്കിൽ സൺ ടാനിങ് ഒക്കെ ഉള്ള ആളുകൾക്ക് നമുക്ക് ആൽഫ ആർബ്യൂട്ടിൻ യൂസ് ചെയ്യാം. വൈറ്റമിൻ സി, നയാസിനമൈഡ് പോലുള്ള സെറംസ് ഒക്കെ നമുക്ക് സ്കിന്നിന്റെ ഒരു സൂപ്പർഫിഷ്യൽ ലെയറിൽ മാത്രമാണ് ചെന്നിട്ട് നമുക്ക് അതിന്റെ എഫക്ട് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ആൽഫ ആർബ്യൂട്ടിൻ പോലുള്ള സെറംസ് കുറച്ചുകൂടെ സ്കിന്നിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഇൻസൈഡിൽ നിന്ന് തന്നെ ആ ഡാർക്ക് സ്പോട്ട് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ ഡീപ്ലി പെനട്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇഷ്യൂസിനെ കുറച്ചുകൂടെ ഈസിലി സോൾവ് ചെയ്യാനായിട്ട് ഈ സെറംസ് ഹെൽപ്പ് ചെയ്യും. ആൽഫ ആർബ്യൂട്ടിൻ സെറം നമുക്ക് വൈറ്റമിൻ സി സെറം അല്ലെങ്കിൽ നയാസിനമൈഡ് സെറം, ഹൈലറോണിക് ആസിഡ് ഇതിന്റെ എല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ടും യൂസ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ബ്രാൻഡ്സ് നോക്കാം. അതിന് മുന്നേ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇനി ഇതുപോലുള്ള സെറംസിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സെറംസിനെ പറ്റിയിട്ടാണ് അറിയണമെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക. നമുക്കിനി ബ്രാൻഡ്സ് നോക്കിയാലോ. മിനിമലിസ്റ്റ്, ഡാമാക്കോ, പ്ലം, പിൽഗ്രിം ഇതെല്ലാം 1 to 2% കോൺസെൻട്രേഷൻ ഉള്ള ആൽഫ ആർബ്യൂട്ടിൻ സെറം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡ്സ് ആണ്. ഇതൊക്കെ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള ബ്രാൻഡ്സ് ആണ്. ഏത് സെറംസ് സ്റ്റാർട്ട് ചെയ്താലും മിനിമം 3 to 4 വീക്സ് എങ്കിലും എടുക്കും അതിന്റെ റിസൾട്ട് കാണാനായിട്ട്. അപ്പൊ ക്ഷമയോടുകൂടി ചെയ്താൽ മാത്രമേ എല്ലാത്തിനും റിസൾട്ട് ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ സ്കിൻ കെയർ ജേർണി ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്തോ. ബൈ.